സാദര നമസ്കാരം. സുരേന്ദ്രമോഹൻ കരുവാറ്റ, സനാതന ധർമ്മ പാഠശാലയുടെ കോഴിക്കോട് ജില്ലാ രക്ഷാധികാരി. ഇന്ന് നവരാത്രി നാളുകളിലെ 6ാമത്തെ ദിവസമാണ്. ഈ 6ാം ദിവസത്തിൽ ദേവിയെ കാത്യായനി ഭാവത്തിലാണ് ആരാധിക്കുന്നത്. കാത്യായന മഹർഷിയുടെ മകളായിട്ട് ജന്മമെടുത്തതുകൊണ്ടാണ് അഥവാ അവതരിച്ചതുകൊണ്ടാണ് ദേവിക്ക് കാത്യായനി എന്ന പേര് കിട്ടിയത്. അതായത് ഈ ഭാവത്തെ സൂചിപ്പിക്കുന്നത് വിശുദ്ധിയിലേക്ക് അയനം ചെയ്യുന്നവൾ അഥവാ പൂർണ്ണ വിശുദ്ധി ആർജിച്ചവൾ എന്നാണ് പദത്തിൻ്റെ ശരിയായ അർത്ഥം. കാത്യായനി എന്ന പദത്തിൻ്റെ ഈ അർത്ഥസമ്പുഷ്ടി തന്നെയാണ് തുടർന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലും നമ്മൾ വിവരിക്കുന്നത്. ത്രിനേത്രയും ചതുർഭുജയുമാണ് ദേവി. ശിരസ്സിലെ ചന്ദ്രക്കലയും ധരിച്ചിട്ടുണ്ട്. വലതു കൈകൾ അഭയം വരദം ആണ്. ഇടത് കൈകളിൽ വാളും താമരയും. വ്യാഴത്തിൻ്റെ പ്രീതിക്കും കന്യകമാർക്കും ഏറെ വിശേഷപ്പെട്ടതാണ് ഈ 6ാം ദിവസത്തെ കാത്യായനി പൂജ എന്ന ഐതിഹ്യങ്ങളിൽ നമുക്ക് കാണാം. സിംഹാരൂഢയാണ്. പൊതുവെ താമരയെ വിശേഷിപ്പിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന് ജീവജാലങ്ങളുടെ ശാന്തിയെ സൂചിപ്പിക്കുന്നത്, രണ്ടാമതായിട്ട് തന്നിലെ തന്നെ ബോധമനസ്സിനെയാണ്. അതായത് ശുദ്ധമായ തൻ്റെ മനസ്സിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് താമരയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ലൗകിക ജീവിതത്തിലോ ഭൗതികമായോ ചിന്തിച്ചാൽ ഈ കാത്യായനി ഭാവം ഭർതൃമതിയും പാതിവ്രത്യയുമായ ഒരു സ്ത്രീയുടെ മഹത്വത്തെ പ്രതിനിധാനം ചെയ്യണം. ഒരു സ്ത്രീയുടെ, പ്രത്യേകിച്ച് ഭർതൃമതിയുടെ വിശുദ്ധിയിലെ പ്രധാന ഘടകമാണ് അവളിലെ ചാരിത്ര്യം എന്നത്. ചാരിത്രശുദ്ധി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ഈ ഒരു ഭർതൃമതിയുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു ഘടകം തന്നെയാണ്. ഈ ഭാവം മധ്യവയസ്കയുടേതു കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. ആ സമയത്ത് കൂടുതൽ തന്നിലേക്കും കുടുംബത്തിലേക്കും അതീവ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇതിവിടെ താൻ അതുവരെ പാതിവ്രത്യത്തെ സൂക്ഷിച്ചിട്ടില്ല എന്നല്ല, പക്ഷേ പാതിവ്രത്യത്തിൻ്റെ പ്രതീകം കൂടിയാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കണോ എന്ന് മാത്രം. ഇവിടെ എപ്പോഴും തൻ്റെ സന്താനങ്ങളെക്കുറിച്ചും ഭർത്താവിൻ്റെ ക്ഷേമത്തെക്കുറിച്ചും തന്നെയാണ് ഭാവന ചെയ്യണത്. ആ ഒരു സന്ദർഭമാണ് നമുക്ക് ഇവിടെ ഈ കാത്യായനി പൂജയിലൂടെ സാധിക്കുന്നത്. ഇവിടെ കന്യക വിഭാഗത്തിലുള്ള ആളുകൾക്ക്, കന്യകമാർക്ക് ഏറെ വിശേഷപ്പെട്ടതാണ് എന്ന് പറയുന്നതും ആ പാതിവ്രത്യത്തിൻ്റെ, അതായത് ബ്രഹ്മചര്യം പാതിവ്രത്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ. അപ്പോൾ ഈ ബ്രഹ്മചര്യം കന്യകമാർക്കൊക്കെ, ഇനിയിപ്പം പുരുഷന്മാരായാലും ശരി, ആൺകുട്ടികളായാലും പെൺകുട്ടികളെ നമ്മൾ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ബ്രഹ്മചാരിണി എന്ന ഭാവത്തിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും അങ്ങനെ ഒരു ഭാവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടും വിശേഷപ്പെട്ടത് ആണ് ഇന്നത്തെ പൂജ, അതായത് കാത്യായനി പൂജ. ഈ കാത്യായനി ദേവിയുടെ മന്ത്രവും ധ്യാനവും: ഓം ശ്രീ കാത്യായനി ദേവ്യൈ നമഃ. ചന്ദ്രഹാസോജ്വലകര ശാർദൂലവരവാഹന കാത്യായനി ശുഭം ദദ്യ ദേവീ ദാനവഘാതിനി. ഓം ശ്രീ കാത്യായനി ദേവ്യൈ നമഃ. ചന്ദ്രഹാസോജ്വലകര ശാർദൂലവരവാഹന കാത്യായനി ശുഭം ദദ്യ ദേവീ ദാനവഘാതിനി. അപ്പോൾ ഇവിടെ നമ്മൾ ശൈശവകാലം മുതൽ ഒരു മധ്യവയസ്ക വരെയുള്ള ഒരു സ്ത്രീയുടെ കാലഘട്ടത്തെ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ജീവിത കാലഘട്ടത്തെ ആണ് നമ്മൾ ഇന്ന് വരെയുള്ള പൂജ കൊണ്ട് അഥവാ ദേവിയുടെ വിവിധ ഭാവങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 6ാമത്തെ ദിവസമാണ് കാത്യായനി പൂജ. കാത്യായനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് ഇത്രയും
ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത ഭാവം നമുക്ക് ഏഴാമത്തേതാണ്. ആ ഏഴാമത്തെ ഭാവം കാളരാത്രി എന്നാണ് പറയുക. അതിനെക്കുറിച്ച് നമുക്ക് നാളെ വിശദമായിട്ട് സംസാരിക്കാം. അതുവരെ എല്ലാവർക്കും താൽക്കാലിക വിട. നന്ദി, നമസ്കാരം.